ലോക ചരിത്രത്തിൽ അതിന് തുല്യം ഇസ്സത്തുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല സ്വഹാബത്തിന്റെ. ഞാനത് എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ ഏത് ചരിത്രവും പഠിച്ചോളി. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനം റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരായ സ്വഹാബികൾക്കാണ്. അത്ര മഹിമുള്ളവരില്ല കേട്ടോ, ഒരു നബിന്റെ അനുയായികളും ഇല്ല. ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹ് റസൂൽ പിന്നെ പറയാണ്, ഇനിയൊരു കാലം വരും അന്ന് മുഅ്മിനീങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോകും. അപ്പൊ ഇങ്ങനെ ചോദിക്കപ്പെടും, ആ കൂട്ടത്തിൽ അള്ളാഹിന്റെ സ്വഹാബികൾ റസൂലിന്റെ സ്വഹാബികൾ ഉണ്ടോ എന്ന്. ഉണ്ട് എന്ന് പറയപ്പെടും, അവർക്ക് വിജയം ഉണ്ടാവും. പിന്നൊരു കാലം വരും അന്ന് റസൂലുള്ളാഹിനെ കണ്ടോലുണ്ടാവല്ലോ, കണ്ടോലെ ഉണ്ടാവുള്ളൂ, ഓൽക്കും വിജയം ഉണ്ടാവും. അത് താബീങ്ങൾ. പിന്നൊരു കാലം വരും അവിടെ കണ്ടോലും ഇല്ല, റസൂലുള്ളാഹിനെ കണ്ടോല പറഞ്ഞ താബീങ്ങൾ, കണ്ടോല ഉള്ളത് താബീ ഓൽക്കും ഇതുണ്ടാവും. ആ 3 നൂറ്റാണ്ടിന്റെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കി. ഇസ്ലാമിക സാമ്രാജ്യത്തിന് അത്ര വികാസം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പോയോടത്തൊക്കെ വിജയമായിരുന്നു. സ്പെയിനൊക്കെ അല്ലേ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കീഴിലാണ്. 800 കൊല്ലം പിന്നെ ഇസ്ലാമിന്റെ കീഴിലുണ്ടായ സ്ഥലമാണ്. പിന്നെ അവിടെ ഒറ്റ മുസ്ലിം കുട്ടിനെ കാണാൻ പറ്റാത്ത വണ്ണം മുസ്ലിങ്ങൾ അരുങ്കൊല ചെയ്യപ്പെട്ടു. അതൊക്കെ ചരിത്രമാണ്. അത് മുസ്ലിങ്ങൾ മാറി ചിന്തിച്ചപ്പോഴാണ്. അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.